ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് മസൂർ ദാൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചുവന്ന പരിപ്പാണ് കേട്ടോ. ഇതിൽ പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരുപാട് നല്ലതാണേ. ഇപ്പോൾ മസൂർ ദാലൊക്കെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ചെറുപയർ പരിപ്പ് ചേർത്തിയാൽ മതിയേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1/2 കപ്പ് അവലാണ് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം ഇതും നമുക്ക് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും പരിപ്പും കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളിപ്പോൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവലാണ്. അവൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് ചോറ് ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ദോശമാവ് പോലെ തന്നെയാണ് നമ്മൾ ഇതും അരച്ചിട്ടെടുക്കണേ. ഇനി നമ്മുടെ ഈ മാവ് ഒരു തവി വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് മാറ്റി വയ്ക്കാം. 8 മുതൽ 10 മണിക്കൂർ വരെ സമയം എടുക്കുകയെ നമുക്കിത് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. ഞാൻ രാത്രിയിലാണ് കേട്ടോ നമ്മുടെ ഈ മാവരച്ച് വെക്കണേ. രാവിലെ ആയപ്പോഴേക്കും ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നന്നായി തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ മസൂർ ദാൽ കൊണ്ടുള്ള അടിപൊളി ദോശയാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് തന്നെ പ്രത്യേക രുചിയാണ്. നമ്മളിതുവരെ നമ്മുടെ ഈ മാവിലേക്കുള്ള ഉപ്പൊന്നും ചേർത്തിയിട്ടില്ലായിരുന്നു. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ദോശ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഈ തവ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മാവൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഈ സമയം ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. കഴിക്കാനായിട്ടും പ്രത്യേക രുചി തന്നെയാണ്. നമ്മുടെ ഈ ചാനലിൽ ഹെൽത്തി ആയിട്ടുള്ള കുറേ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ മസൂർ ദാൽ കൊണ്ടുള്ള അടിപൊളി ദോശ. ഇത് കഴിക്കാനായിട്ടും പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഹെൽത്തിയുമാണല്ലോ, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്